നമ്മൾ ഈ ചില സമയേ ഈ സ്നേഹമായിട്ടും തമാശയായിട്ടൊക്കെ നമ്മൾ ഓരോരുത്തരോട് ഇങ്ങനെ ഓരോ കാര്യം പറയില്ലേ, അത് അങ്ങനെ എടുക്കാൻ പഠിക്കണം. അല്ലാതെ ദേഷ്യപ്പെട്ടുള്ള രീതിയിൽ എടുക്കരുത് കേട്ടോ. പാറേ எப்படி ஆனாலும் எனக்கு ரொம்ப வருத்தமா இருக்கு. இனி ஏன் கையால பச்சை தண்ணி கூட தர மாட்டேன். இது நீ சாப்பிட வேண்டாம். ഞാൻ സത്യം മാത്രമേ പറയത്തുള്ളൂ. എന്റെ അമ്മൂമ്മ ഞാൻ പറഞ്ഞില്ലേ, ഞാനല്ല അപ്പൂപ്പനെ വിളിച്ച് പറഞ്ഞത്. ഞാനല്ല അല്ല അല്ലാന്ന്. അത് എനിക്ക് എങ്ങനെ അറിയാം? അമ്മൂമ്മ അപ്പൂപ്പനോട് എന്നെ ചോദിക്ക് ആരാ പറഞ്ഞെന്ന്. അമ്മൂമ്മ ആവശ്യമില്ലാതെ എന്നെ വെറുതെ കുറ്റക്കാരിയാക്കിയുണ്ടല്ലോ. ഞാനല്ലെന്ന്, എന്റെ അമ്മയാണ് സത്യം. കട്ട് ചെയ്തിട്ടു. എന്തെങ്കിലൊക്കെ ദേഷ്യം ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ അല്ല തീർക്കണ്ടത്. എന്നോടാണോ? പിന്നെ വേറെ ആരെങ്കിലും ഇരിപ്പുണ്ടോ? ആർക്ക് ദേഷ്യം? ആരോട് എന്തൊരു തീർത്തും? ചേച്ചി എന്തിനാണ് പറയണേ? ഓ സാറിനൊന്നും അറിയാൻ പാടില്ല. നീ അപ്പൂപ്പനെ വിളിച്ചാ? വിളിച്ച്. ഓഹോ, അപ്പൊ നീയാണല്ലോ അപ്പൂപ്പനെ വിളിച്ച് ഓരോന്നൊക്കെ പറഞ്ഞു കൊടുത്തത്. ഞാൻ അപ്പൂപ്പനെ വിളിച്ച് എന്തിനാണ് ചേച്ചി പറഞ്ഞോണ്ടിരിക്കണേ? എനിക്ക് ഇപ്പോഴാടാ നിന്റെ സ്വഭാവമൊക്കെ മനസ്സിലായി തുടങ്ങുന്നത്. നീ ഇവിടെ ഉള്ളവരുടെ കുറ്റം കുറവൊക്കെ ഓരോരുത്തരെ വിളിച്ച് പറയാണല്ലേ. ചേച്ചി പറഞ്ഞ എനിക്ക് കൊണ്ട് ക്ലിയർ ആവണില്ല കേട്ടാ. നിന്റെ ഒരു ക്ലിയർ ആക്കല്. എടാ നീ ഓരോന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, അവിടെ പഴവലത്തെ അപ്പൂപ്പനും അമ്മൂമ്മയും ഭയങ്കര വഴക്കാ. അതിന് ഞാൻ വിളിച്ചു പറഞ്ഞത് അപ്പൂപ്പാടി ഉണ്ടാക്കണമെന്ന് എന്തൊരു ബന്ധം? ഞാൻ പച്ചക്കറി അവിടെ എന്തിനാ വിളവെടുപ്പൊക്കെ കഴിഞ്ഞാൽ അറിയാൻ വേണ്ടിയാണ് വിളിച്ചു ചോദിച്ചത്. വേറെ ഒന്നും പറഞ്ഞില്ലേ? ഇല്ല. ചേന വിളവെടുത്താന്ന് ചോദിച്ചു. അമ്മൂമ്മ ആ കുന്നത്തെ വീട്ടിലെ സുരേഷ് ചേട്ടന്റെ മോളുടെ നൂലിട്ടിന് പോയ കാര്യം നീ അപ്പൂപ്പനെ വിളിച്ച് പറഞ്ഞില്ല? എടാ നിനക്ക് അറിയാൻ പാടില്ല ആ കുടുംബത്തോട്ട് കയറി ചെല്ലുന്നത് അപ്പൂപ്പന് ഇഷ്ടമല്ലെന്ന്. വഴക്കാണെന്ന് അവര്. ആ വഴക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് അമ്മൂമ്മ അപ്പൂപ്പന്റെ അടുത്ത് പറയാതെ അങ്ങോട്ട് പോയത്. അമ്മൂമ്മ നമ്മളെ അടുത്ത് എന്താ പറഞ്ഞേ? അപ്പൂപ്പന് ഇത് അറിയാൻ പാടില്ല, കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് അമ്മൂമ്മ തന്നെ അപ്പൂപ്പനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്നല്ലേ? അപ്പൊ ഞാൻ എന്തിനാണ് മറ്റേ കുന്നത്തെ വീട്ടിലെ സുരേഷ് ചേട്ടന്റെ വീട്ടിൽ പോയ കാര്യം ഞാൻ എന്തിനാണ് വിളിച്ചു പറയണേ? ഞാനൊന്നും വിളിച്ചു പറയില്ല. പിന്നെ എനിക്കതല്ലേ വേല. ഞാൻ അപ്പൂപ്പനെ വിളിച്ച് ഈ പച്ചക്കറിക്കാരുടെ കാര്യത്തിന്റെ കാര്യം ഞാൻ സംസാരിച്ചിട്ട് ഞാൻ ഫോൺ പറ, ബാക്കി കൂടെ പറ. അപ്പൂപ്പനെ വിളിച്ച് പറഞ്ഞ് ഇല്ല. ഫോൺ കട്ട് ചെയ്തില്ല. പകരം ഒരാൾ എന്റെ കയ്യിൽ നിന്ന് മേടിച്ചോണ്ട് പോയി. എന്താ ഇവിടെ നീയാണോ പറഞ്ഞേ? എന്തോന്ന്? അപ്പൂപ്പനെ ഫോൺ വിളിച്ചില്ലേ മക്കള് നേരത്തെ? അപ്പൊ ഈ കുന്നത്തെ വീട്ടിലെ സുരേഷ് ചേട്ടന്റെ മോളുടെ നൂലികെട്ടിന് അമ്മൂമ്മ ഇവിടുന്ന് പോയ കാര്യം മക്കള് പറഞ്ഞു? പറഞ്ഞു. എന്തിനാ മോളെ പറഞ്ഞ? ഓരോന്ന് പറഞ്ഞതിന് കൂട്ടത്തിലങ്ങ് പറഞ്ഞു. എടി അമ്മൂമ്മ നമ്മളോട് എടുത്ത് പറഞ്ഞതല്ലേ അത് അപ്പൂപ്പൻ അറിയാൻ പാടില്ല, അപ്പൂപ്പൻ അറിഞ്ഞാൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുമെന്ന്. കള്ളത്തരത്തിന് കൂട്ടിയിക്കാൻ ഇനി എന്നെ കിട്ടൂലേ ഈശ്വട്ടാ. പിന്നെ ഒരു കാര്യം ഞാൻ ഒന്നും കൂടെ പറയാം. ഞാൻ സത്യം മാത്രമേ പറയൂ.